ഹായ് ഫ്രണ്ട്സ്, ഐ ആം നഫിൽ ഹംസ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്ന ഫ്രഷേഴ്സിനാണെങ്കിലും അതുപോലെ ഗൾഫിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ജോബ് ചേഞ്ചിന് ശ്രമിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗൾഫ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് UAE ഒരു കമ്പനിയിലാണെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനിയുടെ 2024 ഓപ്പണിംഗ് ബാലൻസസ് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അൺഎക്സ്പയർഡ് ഇൻഷുറൻസ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അതുപോലെ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ, വാറ്റ്, PDC പേയബിൾ വായിച്ച് നോക്കാം. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഓണേഴ്സ് കറണ്ട് അക്കൗണ്ട്, നിദാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ജനുവരി 2024 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ, അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് ഇത് സ്ക്രീൻഷോട്ട് ചെയ്യാം ഫസ്റ്റത്തെ. അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, ദെൻ അതിനുശേഷം ജനുവരിയിലത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ജനുവരി 2 നമ്മളുടെ കമ്പനി ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. ഈ തന്നിട്ടുള്ളത് ഇൻവോയ്സ് വാല്യൂയാണ്. ഈ ഇൻവോയ്സ് വാല്യൂവിൽ 5% വാറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 25% ഓൺ കോസ്റ്റ് ആണ്. അതുപോലെ നമ്മളുടെ ഓഫീസ് റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. 3 മാസത്തേക്കുള്ള റെൻ്റാണ് ഒരുമിച്ച് പേ ചെയ്തിട്ടുള്ളത്. ഈ ഒരുമിച്ച് പേ ചെയ്തിട്ടുള്ളതിൽ 5% വാറ്റ് ഇൻക്ലൂഡഡ് ആണ്. പെർ മന്ത് റെൻറ്റ് വരുന്നതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് PDC ഓപ്പണിങ്ങിൽ പറയുന്നുണ്ട്, PDC പേയബിൾ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. PDC കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ കമ്പനി നിദാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. 14 അക്രൂഡ് എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനറി വാങ്ങിച്ചിട്ടുണ്ട് 16. ഇതാണ് ഗൾഫ് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റേഷനറിയുടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. ഇതിൽ 5% വാറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ 60% ആണ് നമ്മുടെ കമ്പനിയുടെ എക്സ്പെൻസിനുള്ളത്. ബാക്കി 40% ആർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്? നൈഹാ LLC എന്ന് പറയുന്ന നമ്മുടെ അസോസിയേറ്റഡ് കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൊത്തം ബില്ല് വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയുടെ പേരിലാണ്. 5% വാറ്റുള്ള ബില്ലാണ് വന്നിട്ടുള്ളത്. അതിൽ 60% സ്റ്റേഷനറി നമ്മുടെ കമ്പനിക്കും 40% അസോസിയേറ്റഡ് കമ്പനിക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ 20 നമ്മൾ വീണ്ടും ക്രെഡിറ്റ് സെയിൽ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. PDC റിസീവബിൾ ചെക്ക് ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഓണേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് അത് പേയബിളായിട്ട് കാണിക്കാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസാക്ഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻട്രി പാസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ഹാസ് എക്സ്പയർഡ് ഇത്ര, അതുപോലെ ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. സ്ട്രൈറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് എല്ലാ എൻട്രികളും പാസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ആ ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണണം. അതിനുശേഷം ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.